എനിക്ക് എന്റേതായ കുറെ പ്രിൻസിപ്പൾസ് ഉണ്ട്. എനിക്ക് ഈ കല്യാണം കഴിക്കണം തീരെ ഇഷ്ടമല്ല. കത്തിക്ക് നിന്റെ പ്രിൻസിപ്പളൊക്കെ. നിന്റെ അമ്മയെ കഷ്ടപ്പെടുത്തിക്കൊണ്ട് നീ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്താലും അതിനൊരു വിലയില്ല, ഓർത്തോ. സുഹാസിനിയുടെ ആരോഗ്യം അത്ര ശരിയല്ല. ഞാനും എത്ര കാലം ഇങ്ങനെ ഉണ്ടാവുമെന്നുള്ള കാര്യം എനിക്കും ഉറപ്പില്ല. ഇങ്ങനെയൊക്കെ കാര്യങ്ങൾ ഇരിക്കുമ്പോഴാണോ നീ ഇങ്ങനെ വാശി പിടിക്കുന്നത്? നീ സമ്മതിക്കുവാണെങ്കിൽ എന്റെ കയ്യിൽ കുറച്ച് നല്ല പെൺകുട്ടികളുടെ ഫോട്ടോസ് ഉണ്ട്, അതൊന്ന് നോക്ക് നീ. ഇതെന്തോ കൂടിയനവാ, സെൻസ് ഒന്നും വർക്ക് ചെയ്യുന്നില്ലെന്ന് തോന്നുന്നു. ഇത് പ്രേമം മൂത്ത് പ്രാന്തായ ലക്ഷണമാ. പ്രേമോ? അത് ഈ മുതുക്കിക്കോ? ഇനി ഇവള് വേദാന്തേട്ടനെ വിചാരിച്ചിരിക്കുമായിരിക്കോ? ശരിയാക്കി തരാം. ആ വേദാന്തേട്ടാ, വാ വാ വാ. വേദാന്ത് വന്നോ? എവിടെ എവിടെ വേദാന്ത്? എപ്പോഴാ വന്നേ? എവിടെയാന്നൊന്ന് പറ. നീ ഒന്നും സംസാരിക്കാൻ നിൽക്കണ്ട. വേദാന്തിന്റെ അമൂല്യയുടെയും കാര്യത്തിൽ നിനക്കൊരു ഡൗട്ട് ഉണ്ടായിരുന്നില്ലേ? ഇന്നത് ക്ലിയർ ആവും. നീ ശ്രദ്ധിച്ചു കണ്ടോ? നോക്ക് വേദാന്തേ, എല്ലാം നല്ല സുന്ദരി കുട്ടികളാ, പിന്നെ നല്ല തറവാടി കുട്ടികളുമാ. ഇതിലാരെയാ നിനക്ക് ഇഷ്ടപ്പെട്ടതെന്ന് നോക്കിയിട്ട് പറ. പിടി. പിടിക്കടാ. ഇതിൽ ഇഷ്ടപ്പെട്ട ആളുടെ ജാതകം ഒത്തു വന്നിട്ടുണ്ടെങ്കിൽ ചേട്ടന്റെ അനിയന്റെയും കല്യാണം ഒരേ ദിവസം ഒരേ പന്തലി വെച്ച് നടത്താം. ഞാൻ പറഞ്ഞതല്ലേ മുത്തശ്ശി? നീ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഞാൻ കുറെ പ്രാവശ്യം കേട്ട് കഴിഞ്ഞു. ഇനി എന്തെങ്കിലും നിനക്ക് എന്നോട് പറയാനുണ്ടെങ്കിൽ ഫോട്ടോ നോക്കിയിട്ട് നിനക്ക് ആരെ ഇഷ്ടപ്പെട്ടോ അത് മാത്രം എന്നോട് പറഞ്ഞാ മതി. നോക്കടാ. എനിക്ക് ഇവരെ ഒന്നും വേണ്ട. അറിയായിരുന്നു, എനിക്കറിയായിരുന്നു നീ ഇങ്ങനെയൊക്കെ തന്നെ പറയുള്ളായിരുന്നു. ഇത് നിന്റെ അവസാനത്തെ വാക്കാണെങ്കിലുണ്ടല്ലോ, ഒരു നിമിഷം പോലും ഞാൻ ഈ വീട്ടിൽ നിൽക്കൂല. എനിക്കെന്താ വേറെ വീടില്ലാന്നാണോ നിന്റെ വിചാരം? മുത്തശ്ശി എന്തിനെങ്ങനെ ദേഷ്യപ്പെടുന്നേ? ഞാനായിട്ട് ദേഷ്യപ്പെടുന്നതല്ല, നീയാണ് എന്നെ ഇപ്പൊ ദേഷ്യം പിടിപ്പിക്കുന്നത്. അല്ല, എന്താ പ്രശ്നം ഈ പെൺകുട്ടികൾക്കൊക്കെ? എല്ലാ പെൺകുട്ടികളും നല്ല സുന്ദരികൾ തന്നെയല്ലേ? കാണാൻ ഭംഗി മാത്രം മതിയോ മുത്തശ്ശി? എനിക്കൂടെ ഇഷ്ടമുണ്ടേ. വെറുതെ ഒന്നും ആർക്കും ഇഷ്ടം വരില്ല. ഫോട്ടോയിൽ കണ്ട് ഇഷ്ടപ്പെട്ട പെൺകുട്ടിയോട് സംസാരിച്ചു തുടങ്ങിയാൽ മാത്രമേ ഇഷ്ടാവോ ഇല്ലയോ എന്ന് മനസ്സിലാവൂ. ഈ ഫോട്ടോയിൽ ആരാണ് ഓക്കെ എന്നുള്ളത് അത് മാത്രം പറഞ്ഞാൽ മതി. പറയ് ചേട്ടാ, എല്ലാവരും നന്നായിട്ടുണ്ടല്ലോ, അതിലേതെങ്കിലും ഒന്ന് സെലക്ട് ചെയ്യ്. വേഗം വേഗം പറ, ഇല്ലെങ്കിലുണ്ടല്ലോ ഇനി നീ ഞാനും തമ്മിൽ സംസാരിക്കേ ഇല്ല. പറയൂ വേദാന്ത്, നിങ്ങൾക്ക് ആരെയാണ് ഇഷ്ടമെന്ന്? ഐ മീൻ, നിന്റെ മനസ്സിൽ ആരോടെങ്കിലും എന്തെങ്കിലും ഒരു ഇഷ്ടമൊക്കെ ഉണ്ടെങ്കിൽ പറഞ്ഞൂടെ? എന്താ ഇങ്ങനെ ആലോചിച്ച് കൂട്ടുന്നത്? ഞാനിവിടുന്ന് പോണെന്നാണോ? അങ്ങനെയാണോ? എന്നാ പിന്നെ ഞാൻ പോയേക്കാം. മുത്തശ്ശി ഒന്ന് നിക്ക്. എന്താ? ഞാനിവരെ വേണ്ടാന്ന് പറഞ്ഞത് എനിക്ക് എനിക്ക് ഓൾറെഡി ഒരു ഗേൾഫ്രണ്ട് ഉണ്ട്.
കളിയാക്കുമ്പോ എന്തിനാ അഹങ്കാരിയുടെ പേര് പറയുന്ന നീ? നിനക്കെന്താ ഇവിടെ വേറെ പണിയൊന്നുമില്ലേ? മുതുക്കി ഒന്ന് സമാധാനപ്പെട്ടെ. ഞാൻ ആ പേര് പറയുന്നതിന് മുമ്പേ തന്നെ നീ ചേട്ടനെ ആലോചിച്ചോണ്ടിരിക്കുവായിരുന്നു എന്ന് എനിക്കറിയാം. വേണ്ട, നോക്ക്, വെറുതെ ആവശ്യമില്ലാത്ത ഓരോന്ന് വിളിച്ചു പറഞ്ഞ പല്ലടിച്ച് താഴെയിടും. ഓ, ഈ നടക്കുന്നൊന്നും പോരാ, ഇനി എന്റെ പല്ലും കൂടെ വേണോ നിനക്ക്? അല്ലേ തന്നെ ഈ വീട്ടിലെ അടി കാരണം ഒന്നും ബാക്കിയില്ല. ഇനി നിനക്കും കൂടെ വേണോ? ആ പേടിയുള്ളത് നല്ലതാ, മര്യാദക്കിരുന്നു. അല്ലെങ്കിലും അങ്ങനെ ആണല്ലോ. ഉള്ളത് പറഞ്ഞാ നിനക്ക് ശരിക്കും ദേഷ്യം വരും. നിന്റെ ഒരു കാര്യം, അല്ലേലും എപ്പോഴും വേദാന്തേട്ടനെ ആലോചിച്ചോണ്ട് ഇങ്ങനെ ഒന്നും അറിയാതെ. ഹലോ, എനിക്ക് നല്ല ബോധമുണ്ട്. അതെ മോളെ, അതെ. ഞാൻ വന്നപ്പോ നിനക്ക് നല്ല ബോധം ഉണ്ടായിരുന്നു. കയ്യിലിരുന്ന സാധനം മാറ്റിയിട്ട് പോലും നിനക്ക് മനസ്സിലായിട്ടില്ലെങ്കിലുണ്ടല്ലോ, നിന്റെ മനസ്സ് ഇവിടെങ്ങും അല്ലെന്ന് തന്നെ അർത്ഥം. എല്ലാം മനസ്സിലാവുന്നുണ്ട് മോളെ. ഞാൻ സ്കൂളിലും കോളേജിലും ഒക്കെ പോന്നതാണല്ലോ. എടി മരമോന്തേ, അഹങ്കാരി, മരപ്പോത്തെ. ഞാൻ അവനെ പറ്റി ആലോചിച്ചോണ്ടിരിക്കുന്നെന്ന് നിന്നോട് ആരാ പറഞ്ഞേ? നിന്റെ ഭ്രാന്ത് എന്നോട് കാണിച്ചാലുണ്ടല്ലോ. സത്യമാണോ നീ പറയുന്നത്? നിനക്കോ? ശരിക്കും നിനക്ക് ഗേൾഫ്രണ്ട് ഒക്കെ ഉണ്ടെന്നോ? ആ മുത്തശ്ശി, അത് സത്യം തന്നെയാ. ഈ കാര്യം അമ്മ അറിഞ്ഞ പ്രശ്നാവോ എന്ന് കരുതിയാ പറയാതിരുന്നത്. അത് പിന്നെ ആദ്യമറിയായിരുന്നു. എനിക്കറിയായിരുന്നോ? അവക്കറിയായിരുന്നെങ്കിൽ പിന്നെ എന്തിനാ അവൾ ഇത്രയും നേരം ഒളിച്ചു കളിച്ചോണ്ടിരുന്നത്? ഇല്ല മുത്തശ്ശി, അറിയായിരുന്നു. നല്ല കഥയാണല്ലോ നിങ്ങളുടെയൊക്കെ കാര്യം. അന്ന് തൊട്ടേ ഞാൻ ഈ കാര്യം ചോദിച്ചോണ്ടിരിക്കുവായിരുന്നു. അന്നേരം ഒന്നും വാ തുറന്നില്ലല്ലോ. അത് കാര്യം അറിഞ്ഞാൽ നിങ്ങൾ എങ്ങനെ റിയാക്ട് ചെയ്യുമെന്ന് അറിയാത്തോണ്ടാ പറയാത്തത്. അല്ല, അതൊന്നുമില്ല. എന്ന് വെച്ചാ നിനക്കും ഈ കാര്യങ്ങളൊക്കെ അറിയായിരുന്നോ? ഭർത്താവിന്റെ അടുത്ത് എന്ത് മറച്ചു വെക്കാനാ മുത്തശ്ശി? ഞാനാ പറഞ്ഞത്. രണ്ടുപേർക്കും അറിയായിരുന്നു. പെൺകുട്ടികളെ കണ്ടാലേ ഇഷ്ടമല്ലെന്ന് പറയുന്നവൻ ഇങ്ങനെയൊക്കെ മാറിയിട്ടുണ്ടെങ്കിൽ അതിലും സന്തോഷം തരുന്ന കാര്യം വേറെന്താ ഉള്ളേ? ഇത് പറയാൻ എന്തിനാ മോനെ നീ ഇത്രയും ലേറ്റ് ആക്കിയത്? ചേട്ടൻ തന്നെ പറഞ്ഞത് കേൾക്കാനാ ഞങ്ങൾ ആഗ്രഹിച്ചത് മുത്തശ്ശി. അതൊക്കെ വിട്, ഇപ്പൊ മനസ്സിലായല്ലോ. എന്റെ കൊച്ചുമോന്റെ മനസ്സ് കീഴടക്കിയ ആ സുന്ദരിക്കുട്ടി ആരാന്നൊന്ന് പറയടാ മോനെ. അതല്ലേ ഏട്ടൻ പറയും. ഞാനൊന്ന് രക്ഷപ്പെടാൻ വേണ്ടി ഒരു സൂത്രം പ്രയോഗിച്ചപ്പോ എല്ലാം ഇപ്പൊ എന്റെ തലയിലല്ലോ ദൈവമേ. ഞാൻ ആരുടെ പേരാ പറയാ? എന്താ ഇത്രമാത്രം ആലോചിക്കാനുള്ളത്? അവൾ ആരാണെന്ന് പറയാൻ നിനക്കെന്താ മടിയാണോ? എന്നാ പോട്ടെ, ആദ്യ നീ തന്നെ അത് പറ. വേറെ ആരാ? അത് നമ്മുടെ അമൂല്യ. അമൂല്യ എന്ന് പറയുമ്പോ നമ്മുടെ പരിമളത്തിന്റെ രണ്ടാമത്തെ മോളോ? അതെ മുത്തശ്ശി, അവള് തന്നെ. ഇവരെ രണ്ടാളെയും പാട്ടില്ലെന്ന് കണ്ടപ്പോഴേ എനിക്ക് സംശയം ഉണ്ടായിരുന്നു ഇവര് തമ്മിൽ എന്തോ ചുറ്റിക്കളി ഉണ്ടെന്ന്. ചെറിയ സംശയം ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പൊ എല്ലാ കാര്യം ക്ലിയർ ആയി. ഇവരെ കുറിച്ച് ഒരുപാട് പറയാനുണ്ട് മുത്തശ്ശി. ഇവര് മാറി മാറി എത്ര സഹായം ചെയ്തിട്ടുണ്ടെന്ന് അറിയാം മുത്തശ്ശി. ഇവൻ എന്തെങ്കിലും പ്രശ്നം വന്നാ ആദ്യം അവളെ പറ്റിയാ ചിന്തിക്കുന്നത്. അവളും അതെ, ഇവന്റെ അതേ ചിന്തയിൽ തന്നെയായിരിക്കും. പക്ഷേ എല്ലാവരുടെയും മുമ്പിൽ ഇവര് കീരിയും പാമ്പും പോലെയാണല്ലോ. അത് വെറും ഡ്രാമയാ മുത്തശ്ശി. എല്ലാവരുടെയും മുമ്പിൽ ഇങ്ങനെ ഡ്രാമ കളിച്ചു കഴിഞ്ഞാല് ആർക്കും ഒരു സംശയം തോന്നില്ലെന്നാ ഇവരുടെ വിചാരം. ഒരു വഴക്കുണ്ടായ പോലും ആരും ഇവരോട് ഒന്നും ചോദിക്കില്ല. അതാ അവരുടെ ശരിക്കുള്ള പ്ലാൻ. സിദ്ധാർത്ഥ്, അതെ, ആദ്യം ഇങ്ങനെ പറഞ്ഞാലേ അതിശയിക്കാനില്ല. പക്ഷെ സിദ്ധാർത്ഥ്, നീ എനിക്ക് പണി തന്നല്ലേ? ഓഹോ,
അതാണോ കാര്യം? നല്ല സെലക്ഷൻ അല്ലേ മുത്തശ്ശി? മുത്തശ്ശിക്ക് എന്താ തോന്നുന്നേ? ആ, ഒരേ വീട്ടിൽ നിന്ന് തന്നെ 2 പെൺകുട്ടികളെ കൊണ്ടുവരുന്നത് നന്നായി. എന്റെ മനസ്സിന് സമാധാനമായി. ഇനി ഞാൻ കണ്ണടച്ച് സുഖമായി കിടന്നുറങ്ങും. വേദാന്തേ, നല്ല ജോഡിയാ നിങ്ങൾ രണ്ടുപേരും. എനിക്ക് നല്ല സന്തോഷം. ഒന്ന് നിന്നേ. നിങ്ങൾക്കൊക്കെ എന്തിന്റെ പ്രശ്നമാ? നീ എന്തിനാ കഴുതയുടെ പേര് പറഞ്ഞേ? അതെന്തിനാന്ന് പറ. സിറ്റുവേഷൻ അങ്ങനെയായിരുന്നു ചേട്ടാ, ഞാൻ എന്ത് ചെയ്യാനാ? എന്ത് സിറ്റുവേഷന്റെ കാര്യം ഈ പറയുന്നത്? വേറെ എന്തെങ്കിലും പറഞ്ഞ് എനിക്ക് ടോപ്പിക് ചേഞ്ച് ചെയ്യായിരുന്നില്ലേ? ഞാൻ അങ്ങനെ പറഞ്ഞിരുന്നെങ്കിൽ മുത്തശ്ശി കേൾക്കുമായിരുന്നോ? മുത്തശ്ശിയുടെ സ്വഭാവം അറിയാലോ. അതും വേദാന്ത് മേനോന്റെ മുത്തശ്ശി. ചാൻസേ ഇല്ല. നിനക്ക് എന്തെങ്കിലും ഒരു ഐഡിയ യൂസ് ചെയ്യായിരുന്നു. പക്ഷെ നീ ആ കഴുതയുടെ പേര് പറഞ്ഞ് എല്ലാം കൊളവാക്കി. ഡിസ്കസ്റ്റിംഗ്. ഇപ്പൊ നീ ടെൻഷൻ ആവാതെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങളാ ചെയ്യേണ്ടത്. ഇമ്പോർട്ടന്റ് കാര്യമോ? ഇനി അതെന്താ? വേറെന്താ ചേട്ടാ, അമൂല്യ വളയ്ക്കാൻ തന്നെ. ആ മരക്കഴുതിക്കിട്ട് ഇടയ്ക്കിടയ്ക്ക് 2 എണ്ണം കൊടുത്തില്ലെങ്കിൽ അവൻ എന്റെ തലയിൽ കയറും. അച്ഛാ, മിനിഞ്ഞാന്നെന്താ ടെൻഷനായിരുന്നല്ലോ മോളെ? എല്ലാ പ്രോബ്ലം സോൾവ് ആയോ? വേദാന്തുള്ളപ്പോ എനിക്കെന്തിനാ അച്ഛാ ടെൻഷൻ? എന്താ വേദാന്തോ? അതെ അച്ഛാ, അത് ജോലിക്കാര്യത്തില് നല്ല ടെൻഷൻ അല്ലായിരുന്നു. അത് കഴിഞ്ഞപ്പോ വേദാന്ത് തന്നെ അത് സോൾവ് ചെയ്തു. ആണോ? നന്നായി. പക്ഷെ മൂത്തവരെ അങ്ങനെ നീ അവൻ ഇവൻ എടാ പോടാന്നൊക്കെ വിളിക്കാൻ പാടില്ല. അവനെന്താ വല്ല രാജാവാണോ? അമ്മൂ, സോറി അച്ഛാ. ശരി, നീ പോയി കിടന്നുറങ്ങും. മരക്കഴുത അച്ഛന്റെ അടുത്ത് പോയി പറഞ്ഞു കൊടുത്തു തോന്നുന്നു. നീ ഞാൻ എന്നൊന്നും വിളിക്കണ്ട, ഞാൻ വേദാന്ത് മേനോനാണ്, എന്നെ അങ്ങനെ തന്നെ വിളിച്ചാ മതി. ഇത് പോയി പറഞ്ഞു കാണും. കൊരങ്ങൻ, അഹങ്കാരി, പിശാച്. മനസ്സിലൊന്ന് ഓർത്തപ്പിടിക്കും കോള് വന്നല്ലോ. ഹലോ, എന്താ? എടി, നീ എന്താ വലിയ റൗഡിയാണോ? നിന്റെ റൗഡിത്തരൊന്നും എന്റെ അടുത്ത് വേണ്ട. ഐ എം യുവർ ബോസ്. ഇതേ ഡ്യൂട്ടി സമയമല്ല. ഈ സമയത്ത് ഏത് പയ്യൻ വിളിച്ചാലും എന്നെ വിളിക്കാൻ ശ്രമിച്ചാലും എന്റെ റിപ്ലൈ ഇങ്ങനെ തന്നെയായിരിക്കും. സെക്യൂരിറ്റി അവേഴ്സ്, മൈൻഡ് ഇറ്റ്. മരക്കഴുതേ, ബ്ലഡി നോൺസെൻസ്. സച്ച് ആൻ ഇഡിയറ്റ്. ചീത്ത പറയാനാണ് ഇപ്പൊ വിളിച്ചേ? വിൽ യു ജസ്റ്റ് ഷട്ട് അപ്പ്? തോന്നിവാസം പറഞ്ഞ് എന്റെ മൈൻഡ് നശിപ്പിച്ചോളും. ആക്ച്വലി നമ്മള് നാളെ രാവിലെ ഒന്ന് കാണണമെന്ന് പറയാനാ ഞാൻ വിളിച്ചത്. ഓഹോഹോ, അതാണോ കാര്യം? മീറ്റ് ചെയ്യാലോ. ഇത്ര പെട്ടെന്ന് സംഭവിച്ചോ? സത്യമായിട്ടും നീ സമ്മതിച്ചോ? അതെ. ഇപ്പൊ എന്താ, വരാൻ പറ്റില്ല, കാണാൻ പറ്റില്ല എന്നൊക്കെ പറയണോ? എന്നാ അങ്ങനെ പറയാം. നോനോ, അങ്ങനെയൊന്നും ചെയ്യണ്ട. ഒരു ഇമ്പോർട്ടന്റ് കാര്യമാ, നാളെ കണ്ടേ പറ്റൂ. നീ വാ. ഇവന് തോന്നുന്ന സമയത്തൊക്കെ എന്നെ വിളിക്കും. ഞാനെന്താ സത്രമാണോ? ഇവൻ എല്ലാവരും കൂടെ കൂടി ബിൽഡപ്പ് കൊടുത്തത് കുറച്ച് കൂടിപ്പോയി. ആ തലയിൽ മാറി മാറി എന്തൊക്കെയാ വരുന്നതെന്ന് ദൈവത്തിന് മാത്രമേ അറിയൂ. ചേച്ചി, പോയിട്ട് വരാം. അമ്മ, ഞാൻ പോവാണേ. ബൈ മോളെ അതിഥി. എടി മുതുക്കി, ഇതെന്താ ഇത്ര നേരത്തെ ഓഫീസിലേക്ക് പോകുന്നേ? ഓഫീസിൽ എന്നെ കാണാൻ ഒരു പയ്യൻ വരുന്നുണ്ട്, അതുകൊണ്ട്. അമ്മു, നിന്നെ ഭക്ഷണം കഴിച്ചിട്ട് പോ. അയ്യോ, ഡെയിലി രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കൽ ഒരു ജോലിയാ. ആ ദൈവം വയറ് തന്ന് നശിപ്പിച്ചു. അല്ലെങ്കിൽ ഈ ലോകം എത്ര സുന്ദരായിട്ടിരുന്നേനെ. എല്ലാം തുടങ്ങുന്ന ഈ വിശപ്പിന്ന്. അതുകൊണ്ട് എനിക്ക് വേണ്ട ചേച്ചി. അറിയാമായിരുന്നു നീ ഇങ്ങനെയൊക്കെ തന്നെ പറയുന്ന അമ്മ പറഞ്ഞിട്ട് പോയത് എത്ര സത്യമാ. അല്ല, പ്രമി എവിടെ? എന്താ പറഞ്ഞിട്ട് പോയേ? അമ്മ അമ്പലത്തിൽ പോയിരിക്കുകയാണ്. നിനക്ക് ബ്രേക്ക്ഫാസ്റ്റ് തരാതെ വിടരുതെന്നും ആകെ കൂടെ കാണാൻ ഏർക്കിലി പോലെ ഇരിക്കുന്നെന്നും പറഞ്ഞിട്ടാ പോയത്. ഞാൻ എപ്പോഴും ഇതുപോലെ സുന്ദരിയായിട്ട് ഇരിക്കണമെങ്കിൽ ഇടയ്ക്കൊക്കെ ചിലപ്പോ ഉപവാസമൊക്കെ എടുക്കേണ്ടി വരും. അതല്ലെങ്കിൽ ഞാൻ ഇനിയും തടിക്കും. അതുമാത്രല്ല, തടി കൂടി വീർത്തു വരും.
പോരാത്തതിന് ഇന്ന് ഒരുപാട് ലേറ്റ് ആയി. എന്റെ ബ്രേക്ക്ഫാസ്റ്റ് കൂടെ ഈ അഹങ്കാരി മരപ്പൊതിനെടുത്ത് കൊടുത്തേക്ക്. അതെങ്ങനെയാ ലേറ്റ് ആവുന്നേ? ഇപ്പൊ 8 മണി ആയിട്ടല്ലേ ഉള്ളൂ. നീ സാധാരണ ഓഫീസിൽ പോകുന്നത് 10:30ക്കല്ലേ? ഇല്ല ചേച്ചി, ഇന്ന് ഓഫീസിലേക്കല്ല പോകുന്നത്. പിന്നെ നീ എവിടേക്കാ പോകുന്നേ? ഞാൻ പോകുന്നേ വേദാന്തിനെ മീറ്റ് ചെയ്യാൻ വേണ്ടിയാ. എന്തോ ഒരു ഇമ്പോർട്ടന്റ് കാര്യം ഉണ്ടെന്ന് പറഞ്ഞ് രാത്രി വിളിച്ചായിരുന്നു. രാവിലെ ഒന്ന് കാണണമെന്നും എന്നോട് പറഞ്ഞു. വെറുതെ നീ എന്നോട് കള്ളം പറയല്ലേ. ഓഫീസ് ടൈമിന് മുന്നേ മീറ്റ് ചെയ്ത് സംസാരിക്കാൻ മാത്രം നിങ്ങൾ തമ്മിൽ എന്താ ഉള്ളത്? വെറുതെ ഓരോന്നും പറയാതെ ഇത് കഴിച്ചേ. അയ്യോ, കഥ പറയാനുള്ള സമയമൊന്നും ഇല്ല ചേച്ചി. എങ്ങാനും ഒരു 5 മിനിറ്റ് വൈകി കഴിഞ്ഞാ അവൻ എന്താ പറയാന്ന് നിങ്ങൾക്ക് അറിയാലോ. എനിക്കറിയില്ല. അതൊക്കെ വന്നിട്ട് പറയാൻ ചേച്ചി. അവൻ കുറച്ച് ലൂസാ. അവന്റെ കൂടെ പിടിച്ചു നിൽക്കണമെങ്കിൽ കുറച്ച് നേരത്തെ ഒക്കെ പോണ്ടി വരും. ബൈ ചേച്ചി. ബൈ മോളെ. ചേട്ടാ, ചേട്ടന്റെ ഡിസൈനറിന്റെ നമ്പർ ഒന്ന്. ശരി, ഞാൻ വാട്സപ്പ് ചെയ്യാം. ഇപ്പൊ തന്നെ 8 മണിയായി. ഈ സമയത്ത് ഇത് എങ്ങോട്ടായി പോകുന്നേ? ഒരു ഇമ്പോർട്ടന്റ് കാര്യം ഉണ്ടടാ. ബൈ. എക്സ്ക്യൂസ് മീ, ഈ എക്സ്പ്രസ് ട്രെയിൻ അടുത്ത് വരുമ്പോ തന്നെ കൈ കാണിച്ച ട്രെയിൻ നിർത്തുന്ന ആളാ ഞാൻ. അങ്ങനെയുള്ള ഞാൻ എന്റെ ചേട്ടൻ അങ്ങനെ വെറുതെ വിടുവോ? എങ്ങോട്ടാ? ഏയ് ഛീ. നീ ഇന്ന് നിന്റെ ഫേവററ്റ് പെർഫ്യൂം അടിച്ചിട്ടുണ്ടെങ്കിൽ തന്നെ മീറ്റിംഗും മീറ്റ് ചെയ്യുന്ന പേഴ്സണും കുറച്ച് സ്പെഷ്യൽ ആയിരിക്കണമല്ലോ. നോ നോ, നീ വിചാരിക്കുന്ന പോലെ ഒന്നുമില്ല. ചേട്ടാ, ആക്ച്വലി ഇവിടെ ഇമാജിനേഷൻ ചെയ്യുന്നത് തന്നെ ഇപ്പൊ ചേട്ടനാ. ഞാൻ പറഞ്ഞു വന്ന കാര്യം എന്താന്ന് വെച്ചാ, ഇന്ന് സ്വെറ്റർ ഇല്ല, സാധാരണ കാണുന്നതിനേക്കാളൊക്കെ നല്ല ബ്രൈറ്റ് ആയിട്ടുണ്ട്. മുഖത്താണെങ്കിലോ ഒരു തിളക്കം. സോ യൂഷ്വലി കാണുന്ന പോലെ ഓഫീസിൽ വരുന്ന ഹിറ്റ്ലറിനെ പോലെ ഇന്നുള്ളത്. Will you just shut up? രാവിലെ തന്നെ തുടങ്ങിയോ നീ? ഞാൻ എന്തായാലും ആ കഴുതയെ മീറ്റ് ചെയ്യാനൊന്നും പോകുന്നില്ല. അതെന്തെങ്കിലും ആവട്ടെ ചേട്ടാ. ചിലപ്പോഴൊക്കെ ഈ നാവ് തെറ്റിയാണെങ്കിലും സത്യമൊക്കെ കറക്റ്റ് ആയിട്ട് പുറത്തു വരും. ഞാനാണെങ്കിൽ റൗഡി കൊച്ചിനെ പേരൂടെ പറഞ്ഞിട്ട് പോലുമില്ല. അത് ചേട്ടന്റെ വായിന്നാ വന്നേ. അതോടെ തന്നെ എനിക്ക് മനസ്സിലായി ചേട്ടന്റെ ലൈഫിലെ സ്പെഷ്യൽ പേഴ്സൺ അവളാണെന്ന്. നീ തൽക്കാലം ഒന്ന് ഇവിടെ നിന്ന് ഇറങ്ങി പോകുന്നുണ്ടോ? പോകാനായിട്ട് റെഡിയായത് ഞാനല്ല ചേട്ടാ, ചേട്ടനാ. എനിക്കെല്ലാം മനസ്സിലാവുന്നുണ്ട്. നല്ല അടി കിട്ടും നിനക്ക്. ഇറങ്ങി പോടാ. എന്നെ പുറത്താക്കാൻ എളുപ്പമാണ്, പക്ഷെ ഒരിക്കൽ മനസ്സിൽ കയറിപ്പോയാ ആളെ പുറത്തിറക്കാൻ കുറച്ച് പാടാ. എനിക്ക് എക്സ്പീരിയൻസ് ഉള്ളതാ ചേട്ടാ. ഈ ലവിന്റെ കാര്യത്തിൽ ഞാനാ സീനിയർ. ലവ്വൂലൊരു മണ്ണം കട്ടിയില്ല. വെറുതെ എന്നെ ദേഷ്യം പിടിപ്പിക്കാൻ നിൽക്കണ്ട. ആയിക്കോട്ടെ, ഞാൻ പൊക്കോളാം. പക്ഷേ ഞാൻ പറയാൻ വന്ന കാര്യം ഒന്ന് പറയട്ടെ. ആദ്യം മുത്തശ്ശിയും പുറത്ത് എവിടേക്കോ പോയിട്ടുണ്ട്. അമ്മയാണെങ്കിൽ എങ്ങനെയെങ്കിലും അവരെ പോയി പിക്ക് ചെയ്യുന്നു പറഞ്ഞ് എന്റെ അടുത്ത് പ്രത്യേകം പറഞ്ഞതാ. എനിക്കിന്ന് പറ്റേയില്ല. സോ ഇന്ന് തിരിച്ചു വരുമ്പോ അവരെയും കൂടെ ഒന്ന് പിക്ക് ചെയ്തിട്ട് വരണേ. എടാ, ഏയ് വിക്രാന്ത്, അല്ല മക്കളെ, നിങ്ങളുടെ അച്ഛനും അമ്മ എവിടെ പോയിരിക്കുക? കാണാനില്ലല്ലോ. അച്ഛൻ ഇന്ന് ഫസ്റ്റ് ഷിഫ്റ്റ് ആണ്. അമ്മ അമ്പലത്തിൽ പോയിരിക്കാം അമ്മൂമ്മേ. ഇതാണ് നല്ല വീടിന്റെ ലക്ഷണം എന്ന് പറയുന്നത്. പ്രശ്നങ്ങളൊന്നുമില്ല. ഞാൻ സംസാരിക്കാൻ പോകുന്ന കാര്യത്തിന് അമൂല്യ മാത്രം ഇവിടെ ഉണ്ടായാൽ മതി. മുത്തശ്ശി, ഇവരുടെ പ്രേമത്തെ കുറിച്ചൊന്നും ഇവിടെ ആർക്കും അറിയില്ല. അതിപ്പോ എന്താ മോളെ, ഞാനിപ്പോ ഇത് ഇവരുടെ അച്ഛന്റെ അമ്മയുടെ മുമ്പിൽ വെച്ചാണോ പറയുന്നത്? ഇവിടെയുള്ളത് ഇവര് മാത്രമല്ലേ? അമൂല്യ മോളെ, ഇവിടെ വന്നേ. എന്റെ കൊച്ചുമോന്റെ വീട് പ്രകാശിപ്പിക്കുന്ന വിളക്കാണ് നീ.
നീയും കൊള്ളാം, നിന്റെ ചെക്കനും കൊള്ളാം. എന്റെ ചെക്കെന്ന് പറഞ്ഞ ആരാന്നും മനസ്സിലായില്ല മുത്തശ്ശി. വേറെ ആരാ? നീ പ്രേമിക്കുന്ന ചെക്കൻ തന്നെ. അയ്യോ, നമ്മുടെ വേദാന്താ മോളെ.